ഒരു ഇൻട്രോയോ അല്ലെങ്കിൽ ഒരു വൈൻഡപ്പോ ഒന്നും പറയാൻ പറ്റാഞ്ഞൊരു വ്ളോഗായിരുന്നു ഇത്. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു ഈ ദിവസം. സോ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അർത്തുങ്കൽ, പിന്നെ കൈനഗിരി, അങ്ങനെയായിരുന്നു ചാട്ട്. കാരണം അർത്തുങ്കൽ എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് കൈനേരി വരെ പോകുന്നത് കൊണ്ട് ആദ്യം അർത്തുങ്കലേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. രാവിലെ ഒരു 8:30 ആയപ്പോഴേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചുനക്കരയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഉണ്ട്. ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ CGH ഗ്രൂപ്പിൻ്റെ മാരാരി ബീച്ച് റിസോർട്ട് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. സോ ഞാനും എൻ്റെ ഹസ്ബൻഡും ബ്രണ്ടൻ ബോട്ടിയാട്ടിൽ വർക്ക് ചെയ്തതാണ്, CGHൻ്റെ തന്നെ. ഇതാണ് അർത്തുങ്കൽ പള്ളി. സോ ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായി. ഇതാണ് മാമൻ്റെ വീട്. ഞങ്ങൾ ചെല്ലുന്ന കാര്യം ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാമൻ്റെ ഇളയ കുട്ടിയാണ്. അവന് 4 മാസമേ ആയിട്ടുള്ളൂ. സീത കരയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരെയും കൂടെ കിടത്തിയപ്പോൾ ആശാൻ നന്നായിട്ടൊന്ന് ബഹളം വെച്ചു. കളിച്ചതാണ്, വലിയ വായിൽ കൂവിയതാണ്. അത് കേട്ട് പെട്ടെന്ന് അവൾ പേടിച്ച് കരഞ്ഞതാണ്. സമാധാനിപ്പിക്കാൻ വേണ്ടി 2 ചേട്ടന്മാർ ചുവട്ടിലുണ്ട്, കാശിയും പിന്നെ അവിടുത്തെ മൂത്തയാളും. നടുക്കൊരാളൂടെ ഉണ്ടായിരുന്നു. അവൻ എക്സാമിന് പോയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കൈനഗിരിയിലേക്ക് കൂടെ പോകണമല്ലോ. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാണ് കണിച്ചുളങ്ങര അമ്പലം. ഞങ്ങൾ ഈ വഴിയാണ് തിരിച്ചു പോയത്. ഞങ്ങൾ അങ്ങനെ കൈനഗിരി എത്താറായി. ഇത് പള്ളാത്തുരുത്തി പാലമാണ്. ഇതിന്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ വരുന്നത്. പണ്ട് ഒരുപാട് വട്ടം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വല്ലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് ഞങ്ങളുടെ കൈനഗിരി ജംഗ്ഷൻ. ഈ റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ചുറ്റും, അതായത് 2 വശവും, ചുറ്റുമല്ല 2 വശവും പാടങ്ങളാണ്. നന്നായിട്ട് എല്ലാം വിളഞ്ഞ് നെല്ലൊക്കെ ഇങ്ങനെ കൊയ്യാറായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ് കൈനഗിരി പഞ്ചായത്ത്. സോ ഞങ്ങളിത് ആ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ ബോട്ട് പിടിച്ച് പോകണം. ബോട്ടില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചിക്കാരി വെള്ളം പിടിച്ചിട്ടാണ് പോയത്. സീത നേരത്തെയും 2-3 വട്ടമൊക്കെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എന്നാൽ കൂടി രണ്ടുപേരും ബോട്ടിൽ കയറുമ്പം ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവിടുന്ന് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ വീടിനടുത്തേക്ക് എത്തും. സോ ഞങ്ങളിപ്പോൾ അവിടെ ഇല്ല, താമസം മാറിയാണ്. ഇതാണ് കുടുംബം നിന്നിരുന്ന സ്ഥലം. അവിടെ വെച്ചാണ് ഫംഗ്ഷൻ. അച്ഛൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പം അതിൻ്റെ റിസപ്ഷനാണ്. ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട്. കസിൻസ് ഉണ്ട്, അമ്മ, അച്ഛൻ. ഇത് എൻ്റെ കൊച്ചിൻ്റെ മോളാണ് ദേവു. ബാക്കിയുള്ളവരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല എല്ലാവരുമായിട്ട്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ചോറും ബീഫും തോരനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു ജങ്കാർ സെറ്റപ്പിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തത്. അതാകുമ്പോൾ അത്യാവശ്യം കൂടുതൽ പേർക്ക് ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. അമ്മ അതാ അവിടെയാണ് ഇരുന്നത്. അതിലിരിക്കുന്നവരെല്ലാവരും അത്യാവശ്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്. അവിടെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആൾക്കാരും ഞങ്ങളുടെ ബന്ധുക്കളായിരുന്നു. അതുപോലെ തന്നെ നെയ്ബേഴ്സും. കുറച്ചുപേരെ കാണാനും പറ്റിയില്ല, അധികം സംസാരിക്കാനും പറ്റിയില്ല. ഇത് ഞങ്ങളുടെ ചിഞ്ചി ചേച്ചിയും മിനിയാൻ്റെയാണ്. ഇവരെ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ബോട്ടിന് വേണം പോവാൻ. നേരത്തെ വന്നത് ചിക്കാരി വെള്ളത്തിലായിരുന്നു. അതല്ല, സർവീസ് ബോട്ടിൽ കയറി നേരെ നമ്മളെ വണ്ടി ഇട്ടിരിക്കുന്ന കൈനഗിരി പഞ്ചായത്തിലേക്ക് അങ്ങ് പോകണം. ഞങ്ങൾ ഏകദേശം 2 മണിയൊക്കെ ആകുന്നവരാണ് ഇറങ്ങിയത്. നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് ഓടുമായിരുന്നു. കാശിമാൻ ഫുള്ള് ഉണ്ണിമാമൻ്റെ കയ്യിലായിരുന്നു. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും അവൻ വന്നില്ല. ഞങ്ങളെ ബോട്ട് കയറ്റി വിടുന്നവരെ അവരവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബോട്ട് കെട്ടിയിലും വന്നവരൊക്കെ അത്യാവശ്യം തിരിച്ചു പോകാനുണ്ടായിരുന്നു, നമ്മുടെ ബന്ധുക്കൾ. അപ്പം അവരൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ജെട്ടിയിലിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കാണ് ബോട്ട് വന്നത്. അങ്ങനെ പിന്നെയും കൈനഗിരിയുടെ ഒരു യാത്ര പറയുന്നു. പിന്നെ ബോട്ടിലൊക്കെ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും ഇരിക്കാൻ ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സീത ഇത്തിരി അലമ്പാണ്. ചൂടൊക്കെ കൊണ്ടായിരിക്കണം അവൾ ഇരിക്കുമ്പോൾ അപ്പക്കാരെയും വേറെ ആരുടെയും കയ്യിലോട്ട് പോകുന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ എടുത്തൊക്കെ കളിപ്പിച്ചു. ഓരോന്നൊക്കെ കാണിച്ച് കളിപ്പിച്ച് എങ്ങനെയോ ജെട്ടി വരെ എത്തി. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ നല്ല ആശ്വാസമായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുറേ അമ്പലങ്ങളിലെ ഈ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന ഏതോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന ഇങ്ങനെ കാളകളെ കണ്ടു. അത് കുറേ സ്ഥലത്തുണ്ടായിരുന്നു, ചെണ്ടമേളവും താലപ്പൊലിയും ഒക്കെ ആയിട്ട്. പിന്നെ ഈ സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത് ഈ കരടിയുടെയും മിക്കി മൗസിന്റെയും പിന്നെ പാണ്ട അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഇങ്ങനെ ഈ സംഭവമൊക്കെ വെച്ചിട്ടുള്ള അതും ഉണ്ടായിരുന്നു. റോഡിലാണ് ഇതൊക്കെ നടക്കുന്നെങ്കിലും അങ്ങനെ വലുതായിട്ട് ബ്ലോക്കും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.